ഗോഡ് ബ്ലെസ് യു ആൻഡ് അസ്. നമ്മളിപ്പം നാട്ടിലെത്തി, നമ്മുടെ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തി. എല്ലാം നന്നായിട്ട് തന്നെ നടന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഉടനെ അടുത്തത് പോകും. പക്ഷെ അതിന് മുന്നേ നമ്മുടെ വണ്ടിക്ക് കുറച്ച് പരിപാടിയുണ്ട്. എൻജിൻ ഓയിലൊക്കെ മാറണം, പിന്നെ അതിൻ്റെ ബ്രേക്ക് പാഡെല്ലാം മാറണം, ക്യാരിയറിനൊക്കെ ചെറിയ വ്യത്യാസം നമുക്ക് വരുത്തണം. അപ്പം അതിൻ്റേതായ കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവാം. വണ്ടിയിൽ എല്ലാം വെളിയിരിപ്പുണ്ട്. നമുക്കിനി അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യും. നമ്മൾ വണ്ടിയിലുള്ള എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമായിരുന്നു. കാരണം യാത്ര കഴിഞ്ഞ് വന്നില്ല, ഇനി അടുത്ത യാത്ര ഇനിയും ഉണ്ട്. അപ്പം ഇപ്പോൾ കിടക്കുന്ന എൻജിൻ ഓയിൽ മാറിയിട്ട് നല്ലത് പുതിയ ബോഷിൻ്റെതായിട്ട്, ഇതിനകത്ത് ഇനിയും വരാനുള്ളത് അവിടെ അനിയനാണ് ഇപ്പോൾ ഈ കിക്കർ അടിക്കുന്നത്. നമ്മുടെ വണ്ടിക്കപ്പോൾ പേരിട്ടിട്ടുണ്ട്, ദുൽദുൽ എന്ന പേരിട്ടത്. എൻ്റെ വാപ്പയിട്ട പേരാണ്. അതിൻ്റെ ഇത് ചരിത്രത്തിൽ വിജയം മുൻവരിച്ച ഒരു കുതിരയുടെ പേരാണ്. അപ്പോൾ പടക്കുതിര എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ വണ്ടിക്കും ദുൽദുൽ എന്ന് പേരിട്ടിട്ടുണ്ട്. ഇതാ ദുൽദുൽ എന്ന്. ഇത് എൻ്റെ വാപ്പി എഴുതിയതാണ്, ഇവിടെ കൊടുത്ത് ചെയ്യിക്കുക. ഈ അണ്ണൻ നമുക്ക് ഭയങ്കര സപ്പോർട്ട്. നമ്മുടെ വണ്ടിയിൽ എന്തുണ്ടെങ്കിലും അണ്ണൻ സ്റ്റിക്കറൊക്കെ ചെയ്തായിരുന്നു. നമ്മുടെ സ്റ്റിക്കർ അവിടെ അതിനകത്ത് മെഷീനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടോ, അതേ നല്ല രസമുണ്ട്. നമ്മുടെ വണ്ടി ഇതേ ഇരിക്കുന്നു. ഇനി ഇതിനകത്ത് ഇപ്പം സ്റ്റിക്കർ ചെയ്യും. ടാങ്കിനകത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് വണ്ടിക്ക് സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ജ്യൂസ് പറഞ്ഞു, അതായത് അവരെടുക്കാൻ പോയി. വണ്ടി ഇതേ പക്ഷെ പുറത്ത് തന്നെ ഉണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ വണ്ടിക്ക് ദുൽദുൽ എന്ന് പേരിട്ട് ഒഫീഷ്യലായിട്ട്. ഇനി അവന് ദുൽദുൽ എന്ന് വിളിക്കും, ബുള്ളറ്റ് എന്നിനി വിളിക്കില്ല. രണ്ട് സൈഡിലും ഒട്ടിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും പേര്, വണ്ടിയുടെ പേരും ദുൽദുൽ എന്നും പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരും അടിക്കുന്നുണ്ട്, മിസ്റ്റർ ട്രിനെക്സ് ബോയ് എന്നുള്ളത്. എല്ലാവരും ഒന്ന് കയറി നോക്കണേ. നമ്മളപ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്യാരിയറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേ. അത് ഇനി താഴോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബാഗ് വെക്കുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പറായിട്ട് ഇരിക്കത്തില്ല. അത് ബാഗ് എപ്പോഴും വഴുതി താഴോട്ട് പോകുന്നത് യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരിതേ ഞാനിവിടെ നമ്മുടെ അടുത്തുള്ള വെൽഡിങ് വർക്ക്ഷോപ്പ്, അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ അത് ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ തിരിച്ച് വെച്ച് തരാമെന്ന്. അപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ താഴോട്ട് പോകത്തില്ല, ബാഗ് എത്ര വേണേലും വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് അവർ ചെയ്യാൻ പോകാം. നമ്മുടെ ക്യാരിയർ അവരിത് കട്ട് ചെയ്ത് ആ ബാക്കിൽ ആ താഴോട്ട് നിൽക്കുന്നത് ഇത് കട്ട് ചെയ്ത് വേറെ കമ്പി വെച്ച് നീളം കൂട്ടിയിട്ട് അത് തിരിച്ച് വെക്കാനാണ്. അതാകുമ്പോൾ നമ്മുടെ ബാഗ് ഒക്കെ വെക്കാം. എന്താ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ബാഗ് അതാകുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് ലോഡ് എത്ര ഉണ്ടെങ്കിലും താങ്ങാം അതിനകത്ത്. പിന്നെ അത് കട്ട് ചെയ്തെടുത്തവർ ഇനി അത് നീളം കൂട്ടി തരും. ഇതുണ്ടോ, ഇങ്ങനെ നമ്മുടെ പണി ചെയ്യുന്നത്. ഇതിങ്ങനെ വെക്കാനായി ഇത്രയും അടുപ്പിച്ചല്ല, ഇനിയും കമ്പി ഒക്കെ വെച്ച് നീട്ടും. അത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ബാഗ് വെക്കാൻ സൗകര്യക്കുറവാകും. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു 3 ഇഞ്ച് കൂടെ മുന്നോട്ട് വേറെ പൈപ്പിട്ട് നീക്കാമെന്ന് പറഞ്ഞത്. നീട്ടിയാകുമ്പോഴത്തേക്ക് ബാഗ് സെറ്റാക്കാൻ പറ്റും. നമ്മളത് അതിൻ്റെ നീളം കൂട്ടാൻ വേണ്ടി വേറെ പൈപ്പ് അവർ കൊണ്ടുവന്നത്. ഇത് വെൽഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടതെ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, ക്യാരിയർ. ഇത് വെൽഡിങ് മെഷീനാണ്. അപ്പോൾ ഇതാ വേറെ പീസ്, നല്ല സ്ട്രോങ് പീസായി ഇപ്പോഴത്തെ വെക്കുന്നത്. നമ്മളിത് പിടിച്ചു കൊടുക്കുക. അണ്ണന് വെൽഡ് ചെയ്യാൻ വേണ്ടി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. കറക്റ്റ് അനങ്ങാതെ പിടിക്കും. നല്ല രീതിക്ക് പുക വരുന്നുണ്ട്, ചൂടുമുണ്ട്. ഈ പിടിക്കുന്ന സാധനത്തിന് നല്ല ചൂട്. ഇവരൊക്കെ ഇത് ചെയ്യുന്ന സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അണ്ണൻ അതിൻ്റെ പിടുത്തം പിടിക്കുക, പിടുത്തം വിട്ട് ഇനി അടുത്തതിൻ്റെ സെറ്റാക്കുക, അടിച്ച്
ഇനി വെച്ച് നോക്കൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇനി ഇതും ഇപ്പം ഫിറ്റ് ചെയ്യണം. വെച്ച് നോക്കുക അത്ര നീളത്തിൽ കിട്ടും. അഴിച്ചിട്ട് അത് വെച്ച് നോക്കിയായിരുന്നു. നമുക്ക് സാധനം പറയാം, നോർമലി യൂസിനത് വെക്കത്തില്ല, അല്ലാതെ യാത്ര പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ബാഗും സാധനമൊക്കെ വെക്കാനും സൗകര്യമാണ്. ഇച്ചിരി നീട്ടിയിട്ടുണ്ട്, മുന്നോട്ടേ 3 ഇഞ്ച് നീട്ടിയിട്ടുണ്ട്. അവരിതേപോലെ വെൽഡ് ചെയ്ത് അവിടെ തിരിച്ച് വെച്ച് എന്നിട്ട് വേറൊരു പീസ് കൂടെ വെച്ച് ചെയ്യുക. അത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ അൻഷാദ്, പിന്നെ എൻ്റെ കോളേജിൽ എൻ്റെ ചങ്കാവൻ, അവനുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുമായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഇത്രയും ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അവൻ കട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അവരിതപ്പോൾ വണ്ടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ അപ്പുറത്തേക്ക് അപ്പുറത്തൊരു കടയിൽ പോയി വെള്ളവും ഒരു മിഠായി മേടിച്ച് തിന്നിട്ട് വരാം. ഇതേ ഞങ്ങളുടെ ഇവിടെ ഇത് പുല്ലുളങ്ങരയത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട്. എൻ്റെ അപ്പുറത്ത് കടയുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ കട. അവിടെ പോയി വെള്ളവും ഒരു മിഠായി, ഡയറി മിൽക്ക്. ഞങ്ങളുടെ ഇവിടുത്തെ കേക്കിൻ്റെ ഇതാണ് ഡുൽസീനിയ. ഇവിടെ കേക്കും അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം ഉണ്ട്. ഇത് അങ്ങ് പുല്ലുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞതിൻ്റെ അവൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് ഞങ്ങളുടെ വീട്. ഈ ബൈക്കിൽ ഈ പൾസറിൽ വരുന്ന ഞങ്ങളുടെ ഷാനവാസി ഹായ്. എൻ്റെ ഈ കടയിലാണ് വെള്ളം കുടിക്കാൻ പറ്റും. അൻസാരി ബേക്കറി ഇവിടെ. ഹായ് എടാ, മിഠായി ഉണ്ടോ? തണുത്തതാണോ അതോ? നമ്മൾ ദേവതേ ഉണ്ട് ജ്യൂസ് മേടിച്ചത് കൂട്ടുകാരൻ്റെ. എൻ്റെ പേര് സഫാൻ എന്നാണ്, എൻ്റെ അതേ പേര് ഉണ്ട്. എൻ്റെ പേര് സഫാൻ, ഇത് ഞങ്ങളുടെ നാട്ടിലെ സഫാൻ. ഹായ്, ഒരു ഹായ് പറയട്ടോ. ഹായ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ പോലെ ഇതുണ്ടോ. നമ്മളിത് മിഠായി മേടിച്ച് ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു. ഞാൻ പൈസ തന്നേ, ഞാൻ പോവാന്ന് കേട്ടെ. തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് നടന്ന് പോവാം. നമ്മുടെ നല്ല വെയിലുണ്ട്. കുറേ നേരമായി, 1-2 മണിക്കൂറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പം വീട് അടുത്തായെങ്കിലും കുറേ നേരമായി. അതാ വെൽഡിങ് വർക്ക്ഷോപ്പ്, അവിടെ വണ്ടി അവിടെ. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ സൗകര്യമാകും പോകുമ്പോഴത്തേക്കും. അല്ലാത്തപ്പോൾ ഊരി വെക്കാം നമുക്ക്. ജസ്റ്റ് വെച്ച് നോക്കാം. ഇനി ഇത് പെയിൻറ്റും ചെയ്യണം, കളറ് മാറ്റി തിരിച്ചാക്കിയത്. അമ്മമാർ നമുക്ക് നല്ല സപ്പോർട്ട് ഇതല്ല. വെറുതെ ഇപ്പോൾ അത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോതെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ എണ്ണ ബ്ലാക്ക് കളർ മാത്രം അങ്ങോട്ട് ബ്ലാക്ക് അടിക്കാം. എൻ്റെ ബാക്കിൽ റിഫ്ലക്ടറൊക്കെ വെച്ച് തരാമെന്ന്. നമ്മുടെ മറ്റേ ക്യാരറ്റ് തിരിച്ച് വെച്ചു. ഇനി അടുത്ത യാത്ര പോകുമ്പോഴത്തേക്ക് ഇത് വെക്കത്തുള്ളൂ. പെയിൻറ്റ് ചെയ്യാൻ പോവാം. അവിടെ ബ്ലാക്കായി ചെയ്യുന്നത്. ബ്ലാക്ക് ആയിട്ട് നമ്മൾ റിഫ്ലക്ടറൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ബ്ലാക്ക് അല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന കളറ് അല്ലാതെ സിൽവർ അല്ല, ഇതിൻ്റെ വേറെ കളറാണ്. അത് നമുക്ക് ഇവിടെ ചെയ്യത്തില്ല, അതില്ല. അവർ ബ്ലാക്ക് ചെയ്ത് തരാമെന്ന്. ഫുള്ള് ബ്ലാക്ക് അല്ല, ഇത്രയും ഭാഗം ഇതേ കളറ്, മറ്റേക്ക് വേറൊരു ബ്ലാക്ക് കളർ. ബ്രേക്ക് പാഡ് മാറണം. നമ്മൾ വന്ന യാത്രയ്ക്ക് ഇതായില്ലേ വണ്ടി, അവിടെ ഓഫ് റോഡ് കയറിയപ്പോൾ ബ്രേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡ് പോയിരിക്കുമായിരുന്നു. അതിപ്പോൾ മാറ്റാൻ ഇത് ഇവിടെ വന്നതാണ്. ഈ വണ്ടി ഇരിക്കുന്നു. ഒരു ബ്രേക്ക് പാഡ് മാറാൻ ഇവിടെ വന്നു. മാറാൻ വേണ്ടി വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡ് ഇട്ട് വണ്ടിയിലോട്ട് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പുറത്തേക്കിടെ വെള്ളം മേടിക്കാൻ പോയി ഉണ്ട്, സെറ്റ് ചെയ്യുക അവർ. നമ്മളിത് ഇവിടെ നമ്മുടെ വണ്ടി ചെറിയൊരു പഞ്ചറുണ്ടായിരുന്നു. അത് കാറ്റെടുത്തിട്ട് അടിച്ചിട്ടും പോകുന്നുണ്ട്. നമ്മളിത് അവിടെ അടുത്ത് കുറച്ച് മറ്റേത് ബ്രേക്ക് പാഡൊക്കെ മാറി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അടുത്ത് നമ്മുടെ ടയർ അതെ അവിടെ ചെയ്യുന്നത്. ഇവർ നമ്മുടെ ചാനലിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു.
ഒരു വെച്ച് ഞങ്ങളെ കൊണ്ട് എന്താ സഹായം എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന എണ്ണം പറയാം, ഒരു 500 രൂപ എന്നാൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. മാങ്ങായും കൊണ്ട് പോകുന്ന എല്ലാം പിടിക്കുന്നുണ്ട്. നമ്മൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് അവിടെ നൈട്രജനായി പ്രാവശ്യം അടിക്കുന്നു. അവർ പറഞ്ഞ് ലോങ് ഒക്കെ പോകുന്നത് കൊണ്ട് ഇതായിരിക്കും നല്ലത്. അപ്പോൾ അവരത് സജസ്റ്റ് ചെയ്തുകൊണ്ട് അതടിച്ച് ഇനി ഇതും അഴിച്ചു വിട്ടിട്ട് ഇതിനകത്ത് അതടിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുക കുറേ രാവിലെ തൊട്ട് നിന്ന് കുഴഞ്ഞു. അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുക അവിടെ.